ആദ്യം ശ്രീ PM നിയാസ്, ഇതിലിപ്പോൾ CPM-ന്റെ പ്രതിരോധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിയാണ്, പാർട്ടി അന്വേഷിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു. പിന്നെ മുഖ്യമന്ത്രി ഇത് നിയമസഭയിൽ പറഞ്ഞത് ഒറ്റ പരാതിയേ ഉള്ളൂ. അത് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വരുന്നത് കൊണ്ട് അത് തൊട്ടു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു. അത് സതീശൻ എന്തെങ്കിലും പറയേണ്ടേ നിയമസഭയിൽ എന്ന് വെച്ച് പറഞ്ഞതാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് നിയമസഭയിലെ മറുപടി. ഈ പ്രതിരോധത്തെ നിങ്ങൾ എങ്ങനെ ചെറുക്കും? എന്തായാലും ഒരു കാര്യം നടന്നിട്ടുണ്ട്, അവിടെ ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതി പിന്നീട് അതൊരു വിഷയമാക്കി തീരാതെ ഒതുക്കി തീർക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, CPM-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രതിരോധം തീർക്കുമ്പോൾ പരാതിയെ ഇല്ലെന്നേ പറയുകയുള്ളൂ. നോക്കൂ, ഇത് മുഖ്യമന്ത്രി ആരെയാണ് കബളിപ്പിക്കുന്നത്? ഞാൻ കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ആരോപണം ഉണ്ടാക്കിയത് കോഴിക്കോടാണ്. നിങ്ങൾ ഈ പ്രമോദ് കോട്ടുപള്ളിയെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകന്റെ തൊട്ട അയൽവാസിയാണ്. അതേ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. SFIയുടെ പ്രവർത്തകനായി കടന്നു വന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിൽ മറ്റാരുമില്ലെങ്കിലും പ്രമോദ് കോട്ടുപള്ളിയുടെ കാർമ്മികത്വത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തിനാണ് ഒരു പരാതിയും മുഖ്യമന്ത്രിക്ക് അറിവിൽ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ റിയാസ് തനിക്കെതിരെ ഇങ്ങനെ PSCയുമായി ബന്ധപ്പെട്ട ഒരു കോഴ ആരോപണം, തന്നെ പേര് കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയിലെ ചില കോക്കസുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് നൽകുന്നു. സംസ്ഥാന സെക്രട്ടറി അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറിക്ക് ആ കത്ത് കൈമാറുന്നു. ജില്ലാ സെക്രട്ടറി അത് അന്വേഷിച്ചിട്ട് അതിൽ ഈ ഒരു കോഴ ആരോപണമുണ്ട്, പക്ഷെ അത് പ്രമോദാണ് ഉള്ളത്, അതിൽ മുഖ്യമന്ത്രിയുടെ മരുമകനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസ് അതിൽ പെടുന്നത് കൊണ്ട് അന്വേഷണം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റെടുക്കണമെന്നാണ് തിരിച്ചയക്കുന്നു. ഇതൊക്കെ അങ്ങാടി പാട്ടല്ലല്ലോ, പാർട്ടിക്കടയിൽ പാട്ടല്ലേ. ഞങ്ങൾ ആരെങ്കിലും അറിയുമോ നിങ്ങളെ പാർട്ടിക്കടയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ? ഞങ്ങൾ ആരെങ്കിലും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടോ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടോ? CITയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. ആ ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയായ ഇദ്ദേഹത്തിന് ഒരാൾ ചോദിക്കുമ്പോഴേക്കും 22 ലക്ഷം രൂപ 60 ലക്ഷം കച്ചവടമാക്കുന്നു, അഡ്വാൻസായി 22 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ കഴിയും? ഇപ്പൊ അങ്ങ് എത്ര കാലം മാധ്യമ പ്രവർത്തകനാണ്? അങ്ങ് വിചാരിച്ചാൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആരെങ്കിലും തരുമോ? 5 ലക്ഷം രൂപയെങ്കിലും ആരെ അഡ്വാൻസ് തരുമോ? അത് എന്തുകൊണ്ടാണ് തരുന്നത്? ആ തരുന്നത് ഉന്നത ബന്ധമാണ്. ഇപ്പോ ബാലുശ്ശേരി MLA കുറിച്ച് ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണെന്നാണ് പറയുന്നത്. ബാലുശ്ശേരി MLAയുടെ പേരും ബാലുശ്ശേരി MLA ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്, ഞാൻ ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ മുഖ്യമന്ത്രി എത്ര കണ്ണടച്ചിരുട്ടാക്കിയാലും, എത്ര ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ പൊതച്ച് തന്നെ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാലും ഇത് ജനങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ. കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവമില്ല. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ PSCയുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവുമില്ല, കോഴവുമില്ലെങ്കിൽ പിന്നെ എന്ത് കോക്കസിനെ കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ പറഞ്ഞത്? എന്ത് കോക്കസാണ് കോഴിക്കോട് CPM-ന്റെ കീഴിലുള്ളത്? ആ കോക്കസിന് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയവുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അതാരാ പറയുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച്, അപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഇതൊന്നും മാറിയല്ല. ഞാൻ ഒറ്റ കാര്യം മനുഷ്യ ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് ചൂണ്ടി വായിക്കാനുണ്ട്. കോഴിക്കോട് KSRTCക്ക് വലിയ സമുച്ചയം ഉണ്ടാക്കി. ആ KSRTC സമുച്ചയത്തിൽ ഒരാൾക്ക് വാടക കൊടുക്കുന്നു. ആ വാടക കൊടുക്കുന്ന ആള് വർഷങ്ങളായി അത് ഏറ്റെടുത്ത് അവിടെ കച്ചവടം നടത്തി വരുന്നു. അവർ ഒരു ദയാ പൈസ കൊടുക്കുന്നില്ല, ഏൽപ്പിച്ച കരാർ പ്രകാരമുള്ള പണം കൂടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് പണം കുറച്ചു കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ 2 തവണ യോഗം കൂടുന്നു. ഒന്ന്. രണ്ടാമത്തേത് കോഴിക്കോട് കെട്ടിട നിർമ്മാണ തട്ടിപ്പ്.
ആ തട്ടിപ്പ് പിടിക്കപ്പെട്ടു, FIR ഇട്ടു, ഉന്നത നേതാക്കന്മാർ മുന്നോട്ട് വന്നു, അത് അന്വേഷണം ഇല്ലാതെയായി, കുറച്ചു പേർക്ക് പേരിൽ മാത്രം കേസെടുത്ത് ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ബിസിനസ്, ഇവിടെ നടക്കുന്ന ബിസിനസ് ഇടപാടുകൾ, കോഴിക്കോട്ടെ ഭൂമി ഇടപാടുകൾ, ഇതിലൊക്കെ ആരാണ് പങ്ക്, ആർക്കാണ് പങ്ക്, ആരുടെ പണമാണ് പോകുന്നത്? ഗവൺമെന്റിന്റെ പണം മറ്റ് പല ഭൂമി ഇടപാടുകൾക്കും കൊടുക്കുന്നു. ഇവിടെ സ്പീക്കറുടെ ഇതെല്ലാം അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ലേ? അതല്ലാതെ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ലാതെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് വെച്ചുകൊണ്ട് കോൺഗ്രസിന് ആരോപണം ഉന്നയിക്കുവാൻ കഴിയുമോ? അവിടെ കോഴിക്കോട് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ യൂത്ത് ലീഗ് നേതാവ് ശ്രീ ഫിറോസ് പറഞ്ഞത് അവിടെ ഒരു മിനി ക്യാബിനറ്റ് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. എന്താണ് ഈ കോഴിക്കോട്ടിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മന്ത്രി റിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അത് പാർട്ടിയിൽ പറഞ്ഞ കാര്യം എന്ന രീതിയിലാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഈ കോക്കസിന്റെ കാര്യം. പിന്നെ ഇന്ന് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. PSC മെമ്പർ സ്ഥാനം 60 ലക്ഷത്തിന് വിൽക്കാൻ ശ്രമിച്ച കോഴിക്കോട്ടെ CPM നേതൃത്വം ആ വിഷയം പ്രമോദ് കോട്ടുളിയിൽ മാത്രം ഒതുക്കാനാണോ ഭാവം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ കോഴിക്കോട്ട് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം യാത്ര ചെയ്ത വാഹനത്തിന്റെ ചിത്രമാണ് ഇതിനോടൊപ്പമുള്ളത്. ഈ വാഹനം ആരുടേതാണ്? വെറുതെയല്ല റിയാസ് പറഞ്ഞ കോക്കസിനെ കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടിക്ക് ഭയം. ഇനിയും പൊട്ടാനുണ്ട് വരാനിരിക്കുന്ന വൻ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ. താങ്കളും ഏതാണ്ട് അതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇത് അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലും എവിഡൻസ് ഇക്കാര്യത്തിൽ ഉണ്ടോ? ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. കോറി മാഫിയയുമായി ബന്ധപ്പെട്ട് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന നമ്മുടെ എളമരം കരീമുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാലുശ്ശേരിയിലുള്ള IT പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവിടേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അത് വെളിച്ചത്ത് പുറത്തു വന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന കാര്യം ഒറ്റ സിമ്പിളായിട്ടുള്ള കാര്യം. ഇവിടെ PSC നിയമനം ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുമോ മാജുഷേ? കേരളത്തിലെ ഏതെങ്കിലും പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിചാരിച്ചാൽ ഒരു PSC നിയമനം നടക്കുമോ? PSC നിയമനം നടക്കണമെങ്കിൽ ആര് വിചാരിക്കണം? കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിക്കണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ അതിന്റെ മേലെ പരുന്തും പറക്കില്ല. അങ്ങനെയല്ലേ കേരളത്തിലെ പാർട്ടി? അപ്പോ കഴിഞ്ഞ തവണ ഇവിടെ TP രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നല്ലോ. അതിനു മുമ്പ് എളമരം കരീം കേരളത്തിൽ കോഴിക്കോട് നിന്ന് മന്ത്രിയായിരുന്നല്ലോ. അതുപോലെ TK ഹംസ കോഴിക്കോട് നിന്നും മന്ത്രിയായിരുന്നല്ലോ. ഇവരൊന്നും മന്ത്രിയായിരുന്നപ്പോ ഇതുപോലെ ഉള്ള കച്ചവടങ്ങൾ അന്നൊന്നും നടന്നിട്ടില്ലല്ലോ. ഇന്ന് എന്തുകൊണ്ട് നടക്കുന്നു? അന്നും ഇന്നും തമ്മിൽ മന്ത്രിമാരുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല, മന്ത്രിമാരുടെ നിറത്തിലും വസ്ത്രത്തിലും വ്യത്യാസമില്ല. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? വ്യത്യാസം മുഖ്യമന്ത്രിയുടെ വരുമാനമാണെന്നുള്ള വ്യത്യാസം മാത്രമാണ്. എന്താണ് ഇത് കോഴിക്കോട് മാത്രം കൂടുതൽ നടക്കുന്നത്? കോഴിക്കോട് ഒരു ഉന്നത നേതാവ് അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ നേരത്തെ KSRTC പറഞ്ഞത്, അങ്ങ് KSRTC ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. ഇതേ റിയാസിനെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതാണ്. ഞങ്ങൾ സമരം നടത്തിയതാണ്. ഞങ്ങളിതിരെ തെളിവ് സഹിതം കോടതിയിൽ പോയതാണ്. തെളിവ് സഹിതം ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയതാണ്. അന്നും ഇതിന് പിന്നിൽ ആരാണുള്ളത്? ഇന്ന് മുഖ്യമന്ത്രി അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. സർക്കാരിനെ രക്ഷിക്കാനല്ല, KSRTCയെ രക്ഷിക്കാനല്ല. ഇതിൽ ഉന്നത കച്ചവട മാഫിയക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടുന്നു. അത് KSRTCയുടെ MDയും KSRTCയുടെ മന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും എതിരായി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ല, അവരെ ഒന്ന് സംരക്ഷിക്കണം. ആരെ സംരക്ഷിക്കണം? കേരളത്തിലെ താല്പര്യമാണോ? അല്ല, അത് ഭൂവുടമകളുടെ താല്പര്യം അല്ലെങ്കിൽ മാഫിയയുടെ താല്പര്യം. ഞാനിവിടെ പറയുന്നത് ഒറ്റ കാര്യമാണ്. ഇവിടെ PSC നിയമനം ആരാ നടത്തേണ്ടത്? CPM-ന് കിട്ടിയ PSC നിയമനമാണ്. അത് നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ. ആ ഡോക്ടർ ദമ്പതികളായി വന്നിരുന്ന വനിതാ ഡോക്ടർ ആരാണ് അവരെ അങ്ങോട്ട് സമീപിക്കാൻ തീരുമാനിച്ചത്? അവർക്ക് എങ്ങനെയാണ് 22 ലക്ഷം രൂപ അവർ കൊടുത്തല്ലോ. ആ കൊടുക്കുമ്പോ അവരുടെ ഉറപ്പെന്തായിരുന്നു? അവരെന്തുകൊണ്ട് ഇത് ഇത്രയും കാലം കാത്തിരുന്നു? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നിയമനമെന്ന് പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമനം നടക്കാത്തത് കൊണ്ടല്ലേ അവർ ഇത് പരാതിയുമായി മുന്നോട്ട് പോയത്? അപ്പൊ അതില് ഞങ്ങൾ ആരെങ്കിലും ഉന്നയിക്കപ്പെട്ട വിഷയമാണോ? ശ്രീ അനിൽകുമാറിന്റെ മറുപടി. ശ്രീ അനിൽകുമാർ, പരാതി ഒന്നുമില്ല എന്നുള്ള നിലപാട് തന്നെയല്ലേ താങ്കൾ? പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഒറ്റ വചകം. ഈ പരാതി ഇല്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ KPCC പ്രസിഡന്റിന്റെ അവിടെ കൂടോത്രം നടന്നു എന്നൊരു പരാതി കിട്ടിയപ്പോൾ അവിടെ FIR ഇട്ടു, അന്വേഷണം നടത്തുന്നു, ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു.
എന്താ ഇത് കൂടോത്രം നടത്തിയെന്ന് ഒരാൾ പരാതി കൊടുത്തു. ആ പരാതിക്ക് എന്താ അടിസ്ഥാനമുള്ളത്? ഒരു പരാതിയുമില്ല, അടിസ്ഥാനമില്ല, ഊഹാപോഹം മാത്രമാണ്. അപ്പൊ അതിന്റെ പേരിൽ അവിടെ എഫ്ഐആർ ഇട്ടു, അന്വേഷണം നടത്തുമെന്ന് സ്പർജൻ കുമാർ അവിടുത്തെ DCP പ്രഖ്യാപിക്കുന്നു. എന്റെ കോഴിക്കോട് മാത്രം പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നു പറയുന്നത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ ഇതേക്കുറിച്ച് നടപടി ഉണ്ടാവും, ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി